ആ പ്രശ്നം ഏതായാലും തീർന്നു. ഇനി കുറച്ച് സാമ്പത്തികമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ. അവന് കൊടുക്കാനുള്ള കുറച്ച് പൈസയല്ലേ ഉള്ളൂ. ഇതുകൂടി കൊടുത്തിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഭാവിയിലേക്ക് നിങ്ങളുടെ സന്തോഷത്തെ കാത്തിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതം മുഴുവൻ ജീവിച്ച് തീർത്തിട്ട് എക്സ്പീരിയൻസ് പറയാൻ തക്കവണ്ണം ഒരാളും ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടില്ല. കാരണം ജീവിതം എപ്പോഴും ത്രില്ലിംഗ് ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും. പുതിയ പുതിയ ചലഞ്ചുകളുമായിട്ട് അത് ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് വരുള്ളൂ. ഏത് വലിയ വിജയിയായാലും ഏത് വലിയ പരാജയപ്പെട്ടവനായാലും അവന്റെ മുമ്പിൽ ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ട് ജീവിതം വരില്ല. ചലഞ്ചിങ് ആയിട്ടല്ലാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനും കഴിയില്ല. നിങ്ങൾ ഏത് മെന്റാലിറ്റിയോട് കൂടിയാണോ ആ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ജീവിതം നിങ്ങളെ കൊണ്ടുപോകുക. ഈ വരുന്ന ചലഞ്ചുകൾ അല്ലെങ്കിൽ ഈ വരുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ അതിനെ നിങ്ങൾ അതേ രീതിയിൽ നേരിടുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത തലത്തിലേക്ക് നിങ്ങളെ ഈ ജീവിതം കൊണ്ടുപോകും. അതല്ല ദിവസവും ചെയ്യുന്ന പോലെ ഒരു മൈൻഡും ഇല്ലാതെ നിസാരമായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നതെങ്കിൽ ജീവിതവും നിങ്ങൾക്ക് നിസാരമായിട്ടായിരിക്കും റിസൾട്ടുകൾ തരിക. ഈ നിസാരമായിട്ടുള്ള റിസൾട്ടുകൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. ജീവിതം കൊണ്ടുവരുന്ന ചലഞ്ചുകൾ ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ വലുതായിരിക്കും. അവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഈ വലിയ ചലഞ്ചിനെ നമുക്ക് നേരിടാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ചില സമയത്ത് നമുക്ക് അനുഭവപ്പെടുക. വളരെ കുറഞ്ഞ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാം, അത് ശരിയായിട്ട് സന്തോഷിക്കാം, മറ്റത് ശരിയാക്കിയിട്ട് വേണം സമാധാനത്തോടു കൂടി പോവാൻ എന്നൊക്കെ വിചാരിച്ച് ഭാവിയിലേക്ക് ഇന്ന് നമ്മുടെ സന്തോഷത്തെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോയിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ചലഞ്ചുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നതോടുകൂടിയേ നിങ്ങൾക്ക് ഭാവിയിൽ വരുന്ന ചലഞ്ചുകളെ ഏറ്റെടുക്കാൻ ഭാവിയിലേക്ക് മുന്നോട്ട് പോകാനുമുള്ള എനർജി അത് പുഷ് ചെയ്ത് തരുള്ളൂ. എന്തൊരു ചലഞ്ച് ആയിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ അതിനെ ധൈര്യപൂർവ്വം നേരിടുക. നമുക്ക് ഹീൽ ചെയ്യപ്പെടുന്ന, നമ്മൾക്ക് സന്തോഷം നൽകപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും അതിന്റെ കൂടെ തന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ ജീവിതമായിരുന്നു, ജീവിക്കാമായിരുന്നു എന്നൊന്നും ഒരാൾക്കും ഒരിക്കലും തോന്നാതിരിക്കട്ടെ.